Good afternoon, students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കംപ്രഷൻ മെമ്പറിന്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത് ഈക്വൽ ടു AE ഇൻറ്റു FCD, എഫക്റ്റീവ് ഏരിയ അല്ലെങ്കിൽ ഗ്രോസ് ഏരിയ ഇൻറ്റു FCD. FCD എന്ന് പറയുന്നത് ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് ഓഫ് ദാറ്റ് കോളം. അത് നമുക്ക് ടേബിളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഒരു സെക്ഷന്റെ ബക്ലിംഗ് ഗ്ലാസും അതിന്റെ എഫക്റ്റീവ് സെൻഡർനെസ് റേഷ്യോ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് FCDയുടെ വാല്യൂ കിട്ടും. ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്രസീവ് സ്ട്രെങ്ത്, ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത് കിട്ടും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഒരു ഐ സെക്ഷന്റെ കേസാണ്. ഇനി ആംഗിൾ സെക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ ഡബിൾ ആംഗിൾ സെക്ഷൻസ് വരുമ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓരോ പർട്ടിക്കുലർ ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ആ പ്രോബ്ലം ചെയ്തുകൊണ്ട് പരിചയപ്പെടാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐ സെക്ഷൻ ആണ് ചെയ്തത്. അപ്പോൾ ഒരു ഐ സെക്ഷനും കൂടെ ചെയ്തിട്ട് നമുക്ക് ആംഗിൾ സെക്ഷനിലോട്ട് കിടക്കാം. ഓക്കെ, ഇനി ചില ക്വസ്റ്റ്യനിൽ കംപ്രഷൻ മെമ്പർ എന്ന് തരാം, ഡിസൈൻ ചിലപ്പോൾ ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് തരാം, അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെങ്ത് എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ചിലപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും അവിടെ കോളാണ് എന്നുള്ളത്, അല്ലെങ്കിൽ സ്ട്രട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കി എടുക്കണം, സ്ട്രട്ടോ കോളോ ആകുമ്പോൾ അവിടെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പർട്ടിക്കുലർ ആയിട്ട് ആ മെമ്പർ എന്താണ് അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ ദ ഡിസൈൻ ആക്സിയൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് എ കോളം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ISHB ഡിസൈൻ ആക്സിയൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ആണ്. അത് ടെൻസൈലും ആവാം കംപ്രസീവ് ആവാം. കോളം ആയതുകൊണ്ട് കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ISHB 300, ISHB എന്ന് പറയുന്ന സെക്ഷൻ ആണ്. അതിന്റെ 300 at 588 Newton per meter. If the length of the column is 3 meter and pinned at both ends, Fi equal 250 Newton per mm square തന്നിട്ടുണ്ട്. സെക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ സപ്പോർട്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് കോളം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഗിവൺ ഡാറ്റാസ് എന്താണ്? ലെങ്ത് ഓഫ് കോളം 3 മീറ്റർ ആണ്. പിൻഡ് അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഞ്ചഡ് അല്ലേ, രണ്ട് എൻഡിലും ട്രാൻസ്ലേഷൻ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് എന്താണ് റൊട്ടേഷൻ അല്ലേ, റൊട്ടേഷൻ രണ്ട് എൻഡിലും ഫ്രീ ആക്കി, നോട്ട് റീസ്ട്രെയിൻ. അതാണ് ബോത്ത് എൻഡ്സ് ഹിഞ്ചഡ് കേസ്. അവിടെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. സോ കെയുടെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, സോ ISHB 300 at 588 Newton per meter. അപ്പൊ നമ്മൾ നമ്മുടെ ബീം സെക്ഷന് നമ്മുടെ സ്റ്റീൽ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ISHB 300 എന്ന് പറയുന്നത് പേജ് നമ്പർ 4, ISHB 300. അവിടെ ശ്രദ്ധിക്കണം, ISHB 300 രണ്ട് ടൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ പേജ് നമ്പർ 4 സ്റ്റീൽ ടേബിളിലെ പേജ് നമ്പർ 4 നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 300 തന്നെ വെയിറ്റ് പെർ മീറ്റർ 58.8 കിലോഗ്രാം പെർ മീറ്റർ ഉള്ളതും 63 കിലോഗ്രാം പെർ മീറ്റർ ഉള്ളതുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഏതാണ്? 588 ന്യൂട്ടൺ പെർ മീറ്റർ അല്ലെ, 588 ന്യൂട്ടൺ പെർ മീറ്റർ. അതാണ് 58.8 കിലോഗ്രാം പെർ മീറ്റർ. സോ ഫസ്റ്റ് കേസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 74.85 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, അതായത് 7485 mm സ്ക്വയർ. അപ്പൊ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ISHB 300 ഡെപ്ത് ഉള്ള രണ്ട് ടൈപ്പ് ഉണ്ട്, 588 ഉണ്ട്, 630 ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് കേസിലും ഏരിയ ഗ്രോസ് ഏരിയ ഒക്കെ മാറും, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്, എല്ലാ കാര്യങ്ങളും മാറും. അപ്പോൾ പിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഏതാണ് വെയിറ്റ് പെർ മീറ്റർ തന്നിട്ടുള്ളത്. കാരണം ഒരു ബീം സെക്ഷൻ ഐ സെക്ഷൻ നോർമലി നൊട്ടേറ്റ് ചെയ്യാം ഏതാണോ ക്ലാസ്, ISHB, ISLB, ISMB ആ രീതിയിലും, പിന്നെ അതിന്റെ ഡെപ്ത് നൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും, അറ്റ് അതിന്റെ വെയിറ്റ് പെർ മീറ്റർ എന്നുള്ള രീതിയിലാണ് നൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഡെപ്ത് ഓഫ് സെക്ഷൻ H equal to 300 mm, width of flange BF equal to 250 mm, thickness of flange TF 10.6 mm, thickness of web 7.6 mm. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇനി റേഡിയസ് ഓഫ് ഗൈറേഷൻ RXX equal to 129.5 mm, RYY equal to 54.1 mm അല്ലെ, രണ്ട് വാല്യൂം കിട്ടി. Then so the least radius of gyration എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ, that is 54.1 mm അല്ലെ. ഇനി നമുക്ക് ബക്ലിംഗ് ഗ്ലാസ് ഏതാണെന്ന് നോക്കണം. FCDയുടെ വാല്യൂ കിട്ടാൻ നമുക്ക് ബക്ലിംഗ് ഗ്ലാസ് ഏതാണെന്ന് നോക്കണം. അതിനാദ്യം എന്ത് ചെയ്യണം, ഐ സെക്ഷൻ ആകുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, H/BF ന്റെ വാല്യൂ ചെക്ക് ചെയ്യണം. H/BF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 300 divided by 250, that is 1.2.
H/BF 1.2 അതിനേക്കാളും കുറവ് ആകുമ്പോൾ അടുത്ത് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ആ ടേബിൾ രണ്ടാമത്തെ കേസിലെ 1.2 ഇതിനേക്കാൾ കുറവാകുമ്പോൾ എന്ത് ചെയ്യണം? 100 mm കുറവാണോ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ആ ടേബിള് നിങ്ങൾ IS 800 ടേബിൾ 10 അല്ലെ, പേജ് നമ്പർ 45 ടേബിൾ 10 നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. H/BF വാല്യൂ 1.2 ആകുമ്പോൾ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് TF വാല്യൂ ആണ്. TF വാല്യൂ 100 കുറവാണെങ്കിൽ എന്താണ്? ബക്ലിംഗ് ക്ലാസ് B ആണ് along ZZ, ബക്ലിംഗ് ക്ലാസ് C ആണ് along YY അല്ലെ. നമ്മുടെ TF വാല്യൂ 10.6 ആണ്. സോ അത് belong to buckling class B along ZZ axis and buckling class C along YY axis. Okay. ഇനി എന്താണ്? അപ്പൊ നമുക്ക് ബക്ലിംഗ് ക്ലാസ് ഏതാണെന്ന് കിട്ടി, ടേബിൾ പിക്ക് ചെയ്യേണ്ട ടേബിൾ കിട്ടി, ടേബിൾ 9B പിക്ക് ചെയ്യണം, ടേബിൾ 9C പിക്ക് ചെയ്യണം. രണ്ട് ആക്സിലും നമ്മൾ FCD വാല്യൂ കണ്ടുപിടിക്കണം. ഏതാണോ കുറവ് ആ വാല്യൂ ഇൻറ്റു എഫക്റ്റീവ് ഏരിയ ആണ് നമ്മുടെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദിസ് ഐ സെക്ഷൻ. ഓക്കെ, സോ എഫക്റ്റീവ് സ്ലെൻഡർനെസ് റേഷ്യോ ആണ് KL/R. ഫോർ ബോത്ത് ആൻഡ് സ്പിന്നിന്റെ കേസിൽ K എന്ന് പറയുന്നത് 1 ആണ്. സോ KL/R L 3 മീറ്റർ ആണ് അല്ലെ. 3000 ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ മിനിമം വാല്യൂ 54.1, that will be equal to 55.45. so effective slenderness ratio അതായത് KL/R 55.45 yield stress 250 ഉള്ള 250 കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ 9C നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? FCD വാല്യൂ പിക്ക് ചെയ്യണം അല്ലെ. അതാണ് അടുത്ത സ്റ്റെപ്പ്. 9C ന്നും 9B ന്നും. ഓക്കെ, 9B കേസാണ് ഫസ്റ്റ്. ബക്ലിംഗ് ക്ലാസ് B കേസിലാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് അല്ലെ. നമുക്ക് അലോങ് ZZ ആക്സിസിൽ ബക്ലിംഗ് ക്ലാസ് B ആണ്. സോ 9B എന്നുള്ള ടേബിൾ നോക്കുകയാണ്. KL/R 55.45, FI 250 ആണെങ്കിൽ ടേബിൾ 9 നമ്മൾ 9B അല്ലെ, 9B ഇന്റർപോളേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും അവിടെ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 55.45 ആണ്. അവിടെ 50ക്കും 60ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. സോ ഇന്റർപോളേറ്റ് ചെയ്യാണ്. 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 194 ആൻഡ് 60 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 181. അപ്പോൾ ഇന്റർപോളേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 55.45 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. സോ 194 minus 181 divided by 50 minus 60 will be equal to x. Xന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ലെങ്ത് അല്ലേ, റെഡ് ഇത് കാണിച്ചത്. ഓക്കെ, x minus 181 divided by 55.45 ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഈ ലെങ്ത്. ഓക്കെ, 55.45 minus 60. ഒരുപാട് പ്രാവശ്യം ഇന്റർപോളേഷൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റർപോളേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ FCD എന്ന് പറയുന്നത് 186.95 ആയിരിക്കും. നിങ്ങൾ ഇന്റർപോളേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ നമ്മുടെ റേഞ്ച് ഓഫ് വാല്യൂസിന് ഇടയ്ക്കല്ലേ എന്ന് ചെക്ക് ചെയ്യണം. കാരണം എനി കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കാരണം ചിലപ്പോൾ ഇതിന് എന്തായാലും ഈ ഒരു വാല്യൂ 181നും 194നും ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും അല്ലേ. സോ 186 ആണ് നമുക്ക് കിട്ടിയത്, അത് പോസിബിൾ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കാരണം 180 സംതിങ് 180 അല്ലെങ്കിൽ 179 സംതിങ് കിട്ടുകയാണെങ്കിൽ അത് മിസ്റ്റേക്ക് ആണ് അല്ലേ. അപ്പൊ അത് നോക്കണം, കിട്ടുന്ന വാല്യൂ ഈ റേഞ്ചിന്റെ ഇടയിലാണോ എന്നുള്ളത് കാര്യം നോക്കണം. കാരണം ഇത് എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നെഗറ്റീവിന്റെ ഒരു പ്രശ്നം വരും. ഇത് ഇതേ ടൈമിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൻസർ മാറി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക. ഈ ട്രയാങ്കിളിന്റെ സിമിലർ ട്രയാങ്കിളിന്റെ സൈഡ്സ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കും. ഇനി YY ആക്സിസ് ബക്ലിംഗ് ക്ലാസ് C ആണ്. YY ആക്സിസ് ബക്ലിംഗ് ക്ലാസ് C ആണ് നമ്മുടെ. സോ അത് കൺസിഡർ ചെയ്യുമ്പോൾ KL/R 55.45നും FI 250ക്കും കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ 9C നിന്നും ഇന്റർപോളേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക FCD വാല്യൂ 174.825 ആണ്. ടേബിൾ 9C 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 183യും 60ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 168 ആണ്. ഓക്കെ, 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 183 ആൻഡ് 60ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 168 ആണ്. ഇന്റർപോളേറ്റ് ചെയ്യുമ്പോൾ FCD വാല്യൂ 174 അല്ലേ, അതിനിടക്കുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടും. സോ ഇതിൽ രണ്ടിലും ലീസ്റ്റ് ആണ് നമ്മുടെ ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ്, അതായത് FCD അല്ലേ. FCD 174.825 ആണ് നമ്മുടെ ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ്. ഇനി എന്താണ് നമുക്ക് ലോഡ് കാണണം അല്ലെ, ഏരിയ ഇൻറ്റു നമുക്ക് കിട്ടിയ സ്ട്രെസ്. ലോഡ് ക്യാരിങ് കപ്പാസിറ്റി വിത്ത് റെസ്പെക്ട് ടു ബക്ലിംഗ് ക്ലാസ് C ആണ് ലീസ്റ്റ് വരുന്നത്. അതുകൊണ്ട് AE ഇൻറ്റു FCD ദാറ്റ് വിൽ ബി ഈക്വൽ ടു AE എത്രയാണ് കിട്ടിയത്? 7485 അല്ലെ. ISHB 58.8 കിലോഗ്രാം പെർ മീറ്റർ ഉള്ള ഐ സെക്ഷന്റെ ഗ്രോസ് ഏരിയ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടി. ദാറ്റ് ഈസ്
74.85 centimeter square, that is 7485 mm square into FCD value 174.825, that will be equal to 1308565.125 Newton, that is 1308.6 kilo Newton. Okay, simple ആണ് കംപ്രഷൻ മെമ്പേഴ്സിന്റെ ഡിസൈൻ പൊതുവെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഓക്കെ, FCD വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഇനി ഇതിൽ ചില കേസുകളിൽ നമുക്ക് കുറച്ച് ബിൽട്ടപ്പ് സെക്ഷൻ്റെതും ഡബിൾ ആംഗിൾ വരുമ്പോഴൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നോക്കാം. അപ്പൊ അതിനു മുന്നേ നമുക്ക് അടുത്തത് ആംഗിൾ സെക്ഷനിലോട്ട് പോവാം. നമ്മൾ കോളം സെക്ഷൻ ആകുമ്പോഴാണ്, കോളമായിട്ട് യൂസ് ചെയ്യുന്നത് ആകുമ്പോഴാണ് നമ്മൾ ലെങ്ത് ആക്ച്വലി പറയാം. ഓക്കെ, മറ്റ് ട്രസ്സിന്റെ കേസിൽ നമുക്ക് ഇതിൽ ഗസറ്റ് പ്ലേറ്റിലോട്ടുള്ള കണക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. നമ്മൾ എഫക്റ്റീവ് സ്ലണ്ടർനെസ് റേഷ്യോ എടുക്കുമ്പോൾ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ബോൾട്ട് ആണോ വെൽഡ് ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എഫക്റ്റീവ് സ്ലണ്ടർനെസ് റേഷ്യോ മാറുന്നത്. ഓക്കെ, അപ്പോൾ ട്രസ്സിൽ തന്നെ സ്ട്രട്ട് മെമ്പേഴ്സ്, കംപ്രഷൻ മെമ്പേഴ്സിന്റെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ആംഗിൾ സെക്ഷൻ ആണ് മേജർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ആംഗിൾ സെക്ഷനും ടി സെക്ഷനും. ഓക്കെ, അത്തരം കേസുകളിൽ എങ്ങനെയാണ് കംപ്രസീവ് സ്ട്രെസ് കണ്ടുപിടിക്കുക, ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ആംഗിൾ സെക്ഷൻ, അതായത് സ്ട്രട്സ്. ആംഗിൾ സെക്ഷൻ തന്നെ സ്ട്രട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത്, കംപ്രഷൻ മെമ്പർ ആയിട്ട് ട്രസ്സിൽ ഉപയോഗിക്കുന്ന ആംഗിൾ സെക്ഷന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വ്യത്യാസമൊന്നുമില്ല, നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ്. എഫക്റ്റീവ് സ്ലണ്ടർനെസ് റേഷ്യോ എടുക്കുന്നതിൽ ചെറിയ മാറ്റം ഉണ്ടെന്ന് മാത്രം. ഇവിടെ കെയുടെ വാല്യൂ നിങ്ങൾക്കറിയാം, എഫക്റ്റീവ് സ്ലണ്ടർനെസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KL/R ആണ്. കെയുടെ വാല്യൂ 1 ബോൾട്ടഡ് ആയിട്ടുള്ള കണക്ഷൻ ആണെങ്കിൽ 1 ആണ്, മോർ ദാൻ 1 ബോൾട്ട് ആണെങ്കിൽ അത് 0.85 ആണ്. ഫോർ വെൽഡഡ് കണക്ഷൻ ഇറ്റ് ഈസ് 0.7. നിങ്ങൾക്കറിയാം KL/R FCDയുടെ വാല്യൂ കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം മെമ്പറിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഏരിയ അതിന്റെ FCDയുടെ വാല്യൂ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? മെമ്പറിന്റെ സ്ട്രെങ്ത്തും കൂടും അല്ലെ? ഈ ടേബിളിൽ നിന്ന് KL/Rന്റെ വാല്യൂ കൂടുന്തോറും എഫക്റ്റീവ് സ്ലണ്ടർനെസ് റേഷ്യോന്റെ വാല്യൂ കൂടുന്തോറും FCDയുടെ വാല്യൂ കുറയാണ് ചെയ്യുക. ടേബിൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോ KL/Rന്റെ വാല്യൂ കുറവുള്ള സാധനങ്ങൾക്കാണ് എന്ത് FCDയുടെ വാല്യൂ കൂടുതലുള്ളത്. സോ KL/R കുറവുള്ള സാധനങ്ങൾക്കായിരിക്കും നോർമലി എന്തുണ്ടാവുക? ഡിസൈൻ സ്ട്രെങ്ത്തും കൂടുതലുണ്ടാവുക. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. അതുകൊണ്ട് തന്നെയാണ് വെൽഡിങ്ങിനാണ് കെയുടെ വാല്യൂ കുറവ്. സോ സ്വാഭാവികമായിട്ടും എഫക്റ്റീവ് സ്ലണ്ടർനെസ് റേഷ്യോയും കുറയും അല്ലേ? മോർ ദാൻ 1 ബോൾട്ട് ആകുമ്പോൾ 0.85, 1 ബോൾട്ട് ആകുമ്പോൾ 1 ആണ്. സോ നമുക്കറിയാം ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് വെൽഡിംഗ് തന്നെയാണ് അല്ലെ? വെൽഡിംഗ് ആകുമ്പോഴാണ് മോർ കംപ്രസീവ് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു സിംഗിൾ ആംഗിൾ സെക്ഷന്റെ കേസിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അത് കഴിഞ്ഞ് ഒരു ഡബിൾ ആംഗിൾ സെക്ഷൻ ഒരു ഗസറ്റ് പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ഇതിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടേബിളിൽ നിന്ന് എടുക്കാൻ പറ്റും ഒരു സിംഗിൾ ആംഗിൾ സെക്ഷന്റെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സിംഗിൾ ഐ സെക്ഷൻ ആണെങ്കിൽ. പക്ഷെ നമ്മൾ 2 or 3 സെക്ഷൻ ജോയിൻ ചെയ്തുണ്ടാക്കുമ്പോൾ അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറും, സ്വാഭാവികമായിട്ടും റേഡിയസ് ഓഫ് ഗൈറേഷൻ മാറും അല്ലെ? ആക്സിസുകൾ ചേഞ്ച് ചെയ്യും. സോ അത്തരം കേസുകളിൽ ബിൽറ്റപ്പ് ആയിട്ട് ഉണ്ടാക്കുന്ന 2 ആംഗിൾസ് നമ്മൾ കണക്ട് ചെയ്തൊക്കെ ഉണ്ടാക്കുന്ന സെക്ഷന്റെ കേസിൽ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കേണ്ട ഒരു സ്റ്റെപ്പ് കൂടെ അധികമായിട്ട് വരും. അതേ വ്യത്യാസമുള്ളൂ. ഓക്കെ, മറ്റ് നമ്മൾ ഒരു ഐഡിയൽ സെക്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ആസച്ച് ആ സെക്ഷൻ അതുപോലെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മുടെ സ്റ്റീൽ ടേബിളിലുള്ള സെക്ഷൻ ആണെങ്കിൽ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ 2-3 സെക്ഷൻ ഉപയോഗിച്ച് ഒരു സെക്ഷൻ മേക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു പുതിയ ബിൽറ്റപ്പ് സെക്ഷൻ മേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷനും മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, നമുക്കത് അങ്ങനെ ചെയ്യാൻ നോക്കാം. ഇനി ആദ്യം ഒരു സിംഗിൾ ആംഗിൾ സെക്ഷന്റെ കേസിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇൻ എ ട്രസ്, എ സ്ട്രട്ട് 3 meter long consists of ISA 60/60/6 connected to gusset plate of thickness 10 mm. Determine the design strength of the member if it is connected by 1 bolt, 2 bolt and weld. 3 കേസിലും സെപ്പറേറ്റ് ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കണം, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ മെമ്പർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കംപ്രസീവ് സ്ട്രെങ്ത് എന്നോ ടെൻസൈൽ സ്ട്രെങ്ത് എന്നോ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ് ഒരു ക്ലോസ് ഉള്ളത്? സ്ട്രട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? സ്ട്രട്ട് എന്ന് പറയുന്നത് കംപ്രസീവ് മെമ്പർ ആണ്. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ടൈ എന്നാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത എന്താണ് ടെൻഷൻ കപ്പാസിറ്റി, ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദി മെമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സ്ട്രട്ട് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസ് 1 ബോൾട്ട് വരുമ്പോൾ എത്രയാണ്, 2 ബോൾട്ട് വരുമ്പോൾ എത്രയാണ്, വെൽഡ് ആകുമ്പോൾ എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഗിവൺ ഡാറ്റാസ് എന്താണ്?
സ്ട്രട്ടിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 3 മീറ്റർ. ISA 60/60/6. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 60/60/6 എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ടേബിളിൽ നോക്കണം? ഈക്വൽ ആംഗിൾ സെക്ഷന്റെ ടേബിളിൽ നോക്കണം. ഈക്വൽ ആംഗിൾ സെക്ഷന്റെ ടേബിൾ നോക്കുമ്പോൾ 60/60/6 എന്ന് പറയുന്നത് പേജ് നമ്പർ 8. പേജ് നമ്പർ 8ലാണ് സ്റ്റീൽ ടേബിളിൽ കാണപ്പെടുക. അതിൽ ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് 684 mm² ആണ്, 6.84 cm². ഓക്കെ, അതിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് RXS = RYY. കാരണം ഈക്വൽ ആംഗിൾ ആണ്, രണ്ട് സൈഡിലോട്ടുള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈക്വൽ ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 18.2 mm. സോ R മിനിമം സ്വാഭാവികമായിട്ട് 18.2 mm തന്നെയാണ്. പിന്നെ ടേബിൾ 10ൽ നിന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, എല്ലാ ആംഗിൾ സെക്ഷനും ബിലോങ്സ് ടു ബക്ലിംഗ് ക്ലാസ് C ആണ് അല്ലെ. ഏത് ആംഗിൾ സെക്ഷൻ ആണെങ്കിലും അതെല്ലാം ബക്ലിംഗ് ക്ലാസ് സിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ I സെക്ഷനിലുള്ള ആ സ്റ്റെപ്പുകൾ കൂടെ കുറഞ്ഞു കിട്ടി അല്ലെ. നമുക്ക് H/BF അങ്ങനത്തെ സ്റ്റെപ്പുകളൊന്നും ഇല്ല. ബക്ലിംഗ് ക്ലാസ് ആംഗിൾ സെക്ഷൻ ആണോ അത് ദാറ്റ് ബിലോങ്സ് ടു ബക്ലിംഗ് ക്ലാസ് C. സോ ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് കണ്ടുപിടിക്കണം. ഏതായിരിക്കും ടേബിൾ? ടേബിൾ 9C അല്ലേ. ഫസ്റ്റ് കേസിൽ കണക്റ്റഡ് ബൈ 1 വോൾട്ട്. 1 വോൾട്ട് ആവുമ്പോൾ കെയുടെ വാല്യൂ 1 ആണ് നമ്മൾ പറഞ്ഞു. KL/R = 1 × 3000 divided by 18.2, that is 164.835. So KL/R 164.835നും FI 250ക്കും കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ 9C എന്ന് ഇന്റർപോളേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക FCD will be equal to 50.785. ഓക്കെ, ഇവിടെ നമുക്ക് ടേബിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 160 കറസ്പോണ്ടിങ് ആയിട്ട് 53.3, 170 കറസ്പോണ്ടിങ് ആയിട്ട് 48.1. സോ 164.835ന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ, ഇന്റർപോളേഷൻ അറിയാത്തവർ ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഈ വലിയ ട്രയാങ്കിളിൽ നിന്നും ആദ്യം കാണിച്ച ട്രയാങ്കിളും പിന്നീട് ഈ ചെറിയ ട്രയാങ്കിളിനെയും തമ്മിലുള്ള സിമിലർ ട്രയാങ്കിളിന്റെ റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം എടുക്കുന്നത് ഈ സൈഡ് ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ സൈഡ് ഈക്വൽ ടു ഈ ചെറിയ സൈഡ് ഡിവൈഡഡ് ബൈ ഈ സൈഡ്. ഇതാണ് നമ്മൾ റൂൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ചെറിയ സൈഡിലെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 53.3 ന്ന് 48.1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡ് മാത്രം കിട്ടും. 53.3 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു പോർഷൻ ആണ്. സോ 53.3 ന്ന് 48.1 കുറച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 160 - 170. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 170 - 160 എടുക്കാം. അപ്പോൾ അടുത്തെടുക്കുമ്പോഴും അവിടെ നിന്ന് തന്നെ മൈനസ് ചെയ്യണം. നമുക്ക് എപ്പോഴും ഈ റൂൾ തന്നെ ഇങ്ങനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, അടുത്തെന്താണ്? ചെറിയ ട്രയാങ്കിളിന്റെ കേസിൽ ചെറിയ ട്രയാങ്കിളിന്റെ ഈ വാല്യൂ, ഈ ടോട്ടൽ വാല്യൂ ആണ് നമ്മൾ എക്സ് ആക്കിയിട്ട് എടുത്തത്, അതാണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത്. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് x - 48.1 ആയിരിക്കും, ഡിവൈഡഡ് ബൈ 164.835 - 170 അല്ലേ, ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും FCD will be 50.785 Newton/mm². 50.785 Newton/mm². So load carrying capacity with respect to buckling class C connected by 1 bolt in the case എന്താണ്? A into FCD, that will be equal to 684 into 50.785 into 50.785, that will be equal to 34.74 kilonewton. 34.74 kilonewton ആണ് ഇതിന്റെ വാല്യൂ. ഇനി എന്താണ്? കണക്റ്റഡ് ബൈ 2 ബോൾട്ട് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. സെയിം സ്റ്റെപ്പ് തന്നെയാണ്. കെയുടെ വാല്യൂ മാത്രമേ മാറുള്ളൂ. കെയുടെ വാല്യൂ 0.85 ആവും. അപ്പോൾ KL/Rന്റെ വാല്യൂ മാറും, 140.11 ആവും. സെയിം ടേബിളിൽ നിന്ന് 140.11 KL/R വരുമ്പോൾ FCDയുടെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് സെയിം സ്റ്റെപ്പ്. ഓക്കെ, ഇന്റർപോളേഷൻ തന്നെയാണ്. ഇവിടെ 140.11 ആയതുകൊണ്ട് നമുക്ക് അത് 140 ആയിട്ട് തന്നെ എടുക്കാം. സോ 140 കറസ്പോണ്ടിങ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇന്റർപോളേഷൻ കുറയും. ഓക്കെ, 140.11 എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് 140 ആയിട്ട് റൗണ്ട് ചെയ്യാം. 140.11 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ചെയ്യാം. 140.5 6 ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അതിന് നിയറസ്റ്റ് ആയിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർപോളേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. സോ 140.11 കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വാല്യൂ FCD equal to 66.2 Newton/mm². 66.2 Newton/mm². So load carrying capacity with respect to class C connected by 2 bolt will be A into FCD. Same സ്റ്റെപ്പുകൾ തന്നെയാണ്. FCDയുടെ വാല്യൂ മാറി. സോ 45.28 kilonewton അല്ലേ.
1 ബോൾട്ടിനേക്കാളും കുറച്ചുകൂടി ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടി 2 ബോൾട്ട് ആയത്. ഓക്കെ, 45.28 കിലോമീറ്റർ. ഇനി എന്താണ് സെയിം സ്റ്റെപ്പ് വെൽഡിന്റെ കേസിൽ കെയുടെ വാല്യൂ 0.7 ആവും, അത്രേ ഉള്ളൂ. വെൽഡിന്റെ കേസിൽ കെ 0.7 ആകുമ്പോൾ KL/Rന്റെ വാല്യൂ 115.385 ആണ്. നമുക്ക് അവിടെ ടേബിളിൽ 110നും 120ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടാവും. സോ സ്വാഭാവികമായിട്ട് ഇത് ഇന്റർപോളേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ടേബിളിന് ആൻസർ ചെയ്യുന്നത് തന്നെയാണ്. ഇന്റർപോളേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് FCD equal to 88.24 Newton per mm square. 88.24 Newton per mm square. So load carrying capacity with respect to buckling glass C 100 by weld equal to 684 into 88.24, that will be equal to 60.36. വീണ്ടും കൂടി, ആദ്യം 34 സംതിങ് ആണ് 1 ബോൾട്ട് ആകുമ്പോൾ, 45 സംതിങ് ആണ് 2 ബോൾട്ട് ആകുമ്പോൾ, വെൽഡ് ആകുമ്പോൾ 60 സംതിങ് ആയി അല്ലേ. ഒരു വെൽഡ് കണക്ഷൻ ആകുമ്പോൾ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടി. സെയിം ആംഗിൾ സെക്ഷൻ തന്നെയാണ്, പക്ഷെ നമ്മൾ കണക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്തായി, നമ്മുടെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ചേഞ്ച് ആയി. ഇത്രയാണ് സിംഗിൾ ആംഗിൾ സെക്ഷൻ. ഇങ്ങനെയാണ് ചെയ്യുക, സിമ്പിൾ ആണ്. ഏത് ആംഗിൾ സെക്ഷൻ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബക്ലിംഗ് ഗ്ലാസ് സീലാണ് അതെല്ലാം ബിലോങ് ചെയ്യും. ഓക്കെ, ഇനി നമുക്കൊരു ഡബിൾ ആംഗിൾ സെക്ഷൻ ഒരു ഗസറ്റ് പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ, ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. A strut 4 meter long consists of two angles. ISA 100 by 100 by 6. Find the load carrying capacity of the member if the angles are connected on both sides of 12 mm gusset plate by welding. ഒരു 12 mm gusset plate ന്റെ രണ്ട് സൈഡിലോട്ടും രണ്ട് ആംഗിൾ സെക്ഷൻ കണക്ട് ചെയ്യാണ്. അതിന്റെ ആ കോമ്പോസിറ്റ് സെക്ഷന്റെ ഡിസൈൻ കപ്പാസിറ്റി എത്ര, ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ നമ്മളൊന്ന് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഇത് ആക്ച്വലി ഇങ്ങനെ കറക്റ്റ് റെക്ടാംഗിൾ ഷേപ്പ് ആവില്ല, അവിടെ റൗണ്ടിങ് ഉണ്ടാവും. ജസ്റ്റ് സ്കീമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്തെന്ന് മാത്രം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടണം. അതാണ് ഇവിടെ ടാസ്ക്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലും കിട്ടണം. അതിൽ ഏതാണോ മിനിമം അതാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. ഈ കോമ്പോസിറ്റ് സെക്ഷന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. അതാണ് ഇവിടെ ഒരു വ്യത്യാസം മാത്രമേ ഇത്രേ ഉള്ളൂ. കാരണം റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടിയെങ്കിലേ നമുക്ക് KL/R കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. KL/R കണ്ടുപിടിച്ചെങ്കിലേ നമുക്ക് എന്ത് കിട്ടാവുള്ളൂ, FCDയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കലാണ് ഇവിടെ ചെറിയൊരു ടാസ്ക് ആയിട്ടുള്ളത്. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? ഇറ്റ് ഈസ് റൂട്ട് ഓഫ് I by ഏരിയ അല്ലെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡഡ് ബൈ ഏരിയയുടെ റൂട്ട് അല്ലെ, അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോ നമ്മുടെ ഒരു ഡബിൾ ആംഗിൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റേഡിയസ് ഓഫ് ഗൈറേഷൻ ചേഞ്ച് ആവും. മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് ഏതെങ്കിലും ആക്സിസിൽ ചേഞ്ച് ഉണ്ടാവോ എന്നുള്ളതാണ് നോക്കുന്നത്. ആക്സിസ് മാറും. ഓക്കെ, രണ്ട് ആംഗിൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ ആക്സിസ് മാറും എന്നുള്ളതാണ്, ചേഞ്ച് ചെയ്യുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കാം. ഈ ഒരു സിംഗിൾ ആംഗിൾ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ ആക്സിസ് XX എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലെ, അതായത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ്. ഈ കോർണറിൽ നിന്നും CXX ആണ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലുള്ള ഈ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇതാണ് അവിടെ XX ആക്സിസ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ ഒരു ആംഗിൾ മാത്രം കൺസിഡർ ചെയ്യാം, ഇതില്ല, ഈ ഇത്രയും പോർഷൻ ഇല്ല എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി അതിന്റെ YY ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്, ഇതായിരിക്കും അല്ലെ, കാരണം കോർണറിൽ നിന്നും YYയിലോട്ടുള്ള ഡിസ്റ്റൻസ് ഇവിടെയും ഈ കോർണറിൽ തന്നെയാണ്. നമ്മൾ ഡിസ്റ്റൻസ് പൊതുവെ പറയാം ഈ കോർണറിൽ നിന്നാണ്. ഓക്കെ, CYY ആണ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് YY എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു ആംഗിൾ ഓഫ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് IX, സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പോകുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമ്മൾ നോർമലി പറയാം, IXX ആൻഡ് IYY. അപ്പോൾ ഈ ഒരു ആംഗിൾ സെക്ഷന്റെ സിംഗിൾ ആംഗിൾ സെക്ഷന്റെ IXX ആൻഡ് IYY ഏതായിരിക്കും, ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടും ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലെ. ആ വാല്യൂ ആണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോഡിന് പിക്ക് ചെയ്യാൻ പറ്റും. കോഡിൽ ആ വാല്യൂസും ഉണ്ട്. എന്നാൽ ഈ ഒരു കോമ്പോസിറ്റ് സെക്ഷനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ആക്സിസ് ചേഞ്ച് ആവുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ചേഞ്ച് ആവും. നമുക്ക് ഈ ഡയറക്ഷനിൽ ഒന്ന് നോക്കാം. ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ
നോർമലി ഇത് ഈ ഗസറ്റ് പ്ലേറ്റുമായിട്ട് ഈക്വൽ ഡിസ്റ്റൻസിലാണ് കണക്ട് ചെയ്യുക. ഈ ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ചേഞ്ച് ആവില്ല. കാരണം സിമെട്രിക്കലാണ്. സിമെട്രിക്കൽ ആയിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഈക്വൽ ആയിട്ട് അപ്പുറം ഇപ്പുറം കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആക്സിസ് എക്സ് ആക്സിസ് ചേഞ്ച് ആവില്ല. അതായത് എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയും അവിടെ ചേഞ്ച് ആണല്ലോ കോമ്പോസിറ്റ് സെക്ഷനെ നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ആർ എക്സ് എക്സ് നമ്മുടെ റേഡിയസ് ഓഫ് ഗൈറേഷനും ചേഞ്ച് ആവില്ല. എന്നാൽ ഈ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ കോമ്പോസിറ്റ് സെക്ഷൻ്റെ എന്തായാലും നോർമലി ആദ്യം ഉണ്ടായിരുന്ന ആക്സിസ് എന്താണ്, ഇതാണ് അല്ലെ, ഒരു ഒറ്റ ആംഗിൾ ആയിരുന്നപ്പോൾ ഇതാണ്. പക്ഷെ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഇപ്പുറത്തെ ഒരു ആംഗിൾ സെക്ഷൻ കൂടെ വന്നു, ഒരു ഗസറ്റ് പ്ലേറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ഗസറ്റ് പ്ലേറ്റിന്റെ സെന്ററിലായിരിക്കും ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ കോമ്പോസിറ്റ് സെക്ഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും അല്ലെ, സ്വാഭാവികമായിട്ട് ഗസറ്റ് പ്ലേറ്റിന്റെ സെന്ററിലായിരിക്കും. അപ്പോൾ ഒരു ആക്സിസ് ഇങ്ങനെ, ഒരു ആക്സിസ് ഇങ്ങനെ. അപ്പോ വൈ ആക്സിസ് ചേഞ്ച് ആയി, സ്വാഭാവികമായിട്ടും മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറും, ചേഞ്ച് ആവും. നിങ്ങൾ ടോസ് 1 പഠിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ടോസ് 1 ആൻഡ് ടോസ് 2 മൊമെന്റ് ഓഫ് ഇനർഷ്യ ചേഞ്ച് ആവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കോമ്പോസിറ്റ് സെക്ഷന്റെ ഐ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. എന്നിട്ട് റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് വൈ ആക്സിസും കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഈ ഒരു കോമ്പോസിറ്റ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ സിമെട്രിക്കൽ ആയിട്ടുള്ള രണ്ട് ഈക്വൽ ആംഗിൾ ആയതുകൊണ്ട് ഒരു സൈഡിലുള്ള കാര്യം കണ്ടുപിടിച്ച് ഇൻറ്റു 2 ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഐ എന്ന് പറയുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇവിടെ ഞാൻ സ്മോൾ വൈയും ഇത് ക്യാപിറ്റൽ വൈയും ആണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. കാരണം സ്മോൾ വൈ എന്ന് ഉദ്ദേശിച്ചത് ഒരു സിംഗിൾ ആംഗിളിന്റെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ്. ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നത് ഈ കോമ്പോസിറ്റ് സെക്ഷന്റെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഒരു മെമ്പറിന്റെ ആക്സിസിലൂടെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ആണെങ്കിൽ ഈ സെയിം മെമ്പറിന്റെ വേറൊരു ആക്സിസ്, അതിന്റെ പാരലൽ ആയിട്ടുള്ള വേറൊരു ആക്സിസിലൂടെ ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടാൻ അതിന്റെ സെൻട്രോയിഡിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് സെൻട്രോയിഡ്സ് അല്ലെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ആക്സിസ് സ്ക്വയർ ആയിരിക്കും അല്ലെ. പാരലൽ ആക്സിസ് തിയറം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, അപ്പൊ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ആംഗിൾ സെക്ഷന്റെ സെൻട്രോയിഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ട്? ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് അല്ലെ. അപ്പോ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ വൈന്റെ ഒരു ആംഗിൾ സെക്ഷന്റെ, അതായത് സ്മോൾ ആംഗിൾ സെക്ഷന്റെ ഐ നമുക്ക് കിട്ടും. സ്മോൾ ഐ അത് നമുക്ക് കിട്ടും സ്റ്റീൽ ടേബിളിൽ നിന്ന്. ഓക്കെ, നമുക്ക് കിട്ടേണ്ടത് ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഈ ഒരു ആംഗിൾ സെക്ഷന്റെ ഏരിയ ഇൻറ്റു ഐ, ഈ ഒരു ആംഗിൾ സെക്ഷന്റെ ഐ സ്മോൾ ഐ പ്ലസ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അല്ലെ. ഏരിയ എന്ന് പറയുന്നത് ഒരു ആംഗിൾ സെക്ഷന്റെ ഏരിയ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് വരും അല്ലെ, ഈ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CYY പ്ലസ് ഈ ഗസറ്റ് പ്ലേറ്റിന്റെ തിക്നെസ് ബൈ 2 ആയിരിക്കും അല്ലെ. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പോസിറ്റ് സെക്ഷനിൽ ഈ ഒരു ആംഗിൾ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ബേസ്ഡ് ഓൺ ദിസ് ആക്സിസ് കിട്ടും. ഓക്കെ, എന്ന് അതുപോലെ ഇവിടെ ഉണ്ടല്ലോ, ഈ കേസിലുണ്ട്, അതും അതുപോലെ തന്നെയാണ് വരിക. സോ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ക്യാപിറ്റൽ വൈ കിട്ടും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടിക്കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ഐ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റേഡിയസ് ഓഫ് ഗൈറേഷനും കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൽ അധികമായിട്ട് വരുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് കോമ്പോസിറ്റ് സെക്ഷന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡയറക്റ്റ് ആയിട്ട് സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടില്ല. അത് നമ്മൾ ഇൻഡിവിജ്വൽ റേഡിയസ് ഓഫ് ഗൈറേഷനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇൻഡിവിജ്വൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം, ഇൻഡിവിജ്വൽ ആയിട്ട് ആ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാം. നമ്മൾ അതിനെ പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ച് ആ കോമ്പോസിറ്റ് സെക്ഷന്റെ ആക്സിസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, നമുക്ക് എന്നെ ചെയ്യാൻ നോക്കാം. ലെങ്ത് ഓഫ് സ്ട്രട്ട് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. IS 100/100/6 ആണ് ഓരോ ആംഗിളും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് AE = 1167. ഇത് ഒരു ആംഗിളിന്റെ കേസാണ്. രണ്ട് ആംഗിൾ, ഇതിവിടെ കോമ്പോസിറ്റ് ആയതുകൊണ്ട് 2 ഇൻറ്റു ഏരിയ എടുക്കേണ്ടി വരും. നമ്മൾ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കും. ഓക്കെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി CXX = CYY = 26.7 mm. അതും സ്റ്റീൽ ടേബിളിൽ നിന്ന് എടുക്കുന്നതാണ്. CXS ഉം CYY ഈക്വൽ ആവാൻ കാരണം ഇതൊരു ഈക്വൽ ആംഗിൾ ആയതുകൊണ്ടാണ്. ഓക്കെ, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്
ഈ കോർണർ പോയിന്റ് ഒരൊറ്റ ആംഗിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ തന്നെ കാണിക്കാം. ഈ ആംഗിൾ ആണെങ്കിൽ സെൻട്രോഡിലോട്ടുള്ള എക്സ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ്, സെൻട്രോഡിലുള്ള വൈ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ, ഇതിന്റെ സെൻട്രോഡ് എന്ന് പറയുന്നത് ഏകദേശം ഈ പോയിന്റിലാണ് വരിക. ഓക്കെ, അതാണ് വ്യത്യാസം. ഐ എക്സ് എക്സും ഐ വൈ വൈയും അതും സ്റ്റീൽ ടേബിളിലുണ്ട്. ഒരു ആംഗിൾ സെക്ഷൻ്റെത് 111.3 × 10⁴ mm⁴. നമ്മൾ പറഞ്ഞു എക്സ് എക്സ് ആക്സിസ് ഓഫ് ദ സിംഗിൾ angle will be same as that of double angle, but YY axis, capital YY axis of double angle will be different from the YY axis of single angle. Just a single 1 minute. Okay. So radius of gyration of double angle along x-axis. അത് x axis നമ്മൾ പറഞ്ഞു ചേഞ്ചുകളൊന്നും ഉണ്ടാവില്ല അല്ലെ, നമ്മുടെ സിംഗിൾ ആംഗിളിന്റെ അതേ റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നെ ആയിരിക്കും ഈ ഡബിൾ കണക്റ്റഡ് ആയിട്ടുള്ള ഡബിൾ ആംഗിളിന്റെതും അതേ റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നെ ആയിരിക്കും കിട്ടുക. എന്തുകൊണ്ടാണ് ആക്സിസ് മാറുന്നില്ല, സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ആക്സിസ്, സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ എക്സ് എക്സ് ഡയറക്ഷനിലുള്ള ആക്സിസ് മാറുന്നില്ല. ഓക്കെ, സെയിം തന്നെയാണ് അല്ലെ. ഇത് ഒരു സിംഗിൾ ആംഗിൾ ആയാലും ഈ ഒരു എക്സ് എക്സ് ആക്സിസ് തന്നെ, ഇത് കോമ്പോസിറ്റ് ആകുമ്പോഴും അതേ ആക്സിസ് തന്നെയാണ്. ഈ ആർ എക്സ് എസിന്റെ വാല്യൂ നമുക്ക് സിംഗിൾ ആംഗിളിന്റെ ടേബിളിൽ നിന്ന് കിട്ടും, അത് തന്നെയാണ് കോമ്പോസിറ്റ് സെക്ഷൻ്റെ, ദാറ്റ് ഈസ് 30.9 mm. ഇനിയാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് വൈ വൈ ആക്സിസിന്റെ കണ്ടുപിടിക്കാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വൈ വൈ റൂട്ട് ഓഫ് ഐ വൈ വൈ ബൈ ഏരിയ ആണ്. ഐ വൈ വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. സോ ഐ വൈ വൈ ഓഫ് ഡബിൾ ആംഗിൾ വിൽ ബി ഈക്വൽ ടു 2 × ഐ വൈ വൈ ഓഫ് സിംഗിൾ ആംഗിൾ സെക്ഷൻ പ്ലസ് എ എച്ച് സ്ക്വയർ, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഐ വൈ വൈ ഓഫ് സിംഗിൾ ആംഗിളിൻ്റെത് നമുക്ക് കോഡിന് നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ട്, 111.3 × 10⁴ ഇൻറ്റു പ്ലസ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഏരിയ എന്ന് പറയുന്നത് 1167 ആണ് ഒരു ആംഗിളിന്റെ കേസിൽ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതിന്റെ ആക്ച്വൽ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലുള്ള ആക്സിസിൽ നിന്ന് നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്യുന്ന ആക്സിലോട്ടുള്ള ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്റ്റൻസ്. ഇതെന്ന് പറയുന്നത് ഈ സി വൈ വൈ പ്ലസ് ഗസറ്റ് പ്ലേറ്റിന്റെ തിക്നെസിന്റെ പകുതി അല്ലെ, 12 mm തിക്നെസ് ഉള്ള ഗസറ്റ് പ്ലേറ്റ് ആയതുകൊണ്ട് അതിന്റെ പകുതി 6, സോ 26.7 + 6 ദ ഹോൾ സ്ക്വയർ. അതാണ് ഒരു കേസ്. ഇൻറ്റു 2 എന്ന് വരാൻ കാരണം ഇവിടെയും ഒരു ആംഗിൾ സെക്ഷൻ ഉണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ഇവിടുന്നും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ ഇൻറ്റു 2, രണ്ടും ഈക്വൽ ആംഗിൾസ് ആയതുകൊണ്ടാണ് ഇൻറ്റു 2 എടുത്തത്, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4721722.86 mm⁴. മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടി. നമുക്ക് എന്താണ് കിട്ടേണ്ടത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. സോ ആർ വൈ വൈ വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ വൈ വൈ ഡിവൈഡഡ് ബൈ ഏരിയ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4721722.86 ഡിവൈഡഡ് ബൈ ഏരിയ. എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഡബിൾ ആംഗിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ 2 × ഏരിയ. നമ്മൾ എക്സ് ഡയറക്ഷനിൽ എന്തുകൊണ്ടാണ് ആർ എക്സ് എക്സ് നമുക്ക് കിട്ടിയത്, നമ്മൾ ആക്സിസ് ചേഞ്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ചേഞ്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ സെയിം ആണ്. നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടി കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ഐ ബൈ എ ചെയ്യണം, പക്ഷെ ടേബിൾ ഡയറക്റ്റ് ആയിട്ട് റൂട്ട് ഓഫ് ഐ ബൈ എയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തുള്ളത് കൊണ്ട് നമ്മൾ അത് പിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോ നമ്മുടെ ആർ എക്സ് എക്സ് എന്ന് പറയുന്നത് 30.9 ഉം ആർ വൈ വൈ 44.98 ആണ്. സോ ആർ മിനിമം വിൽ ബി ഈക്വൽ ടു ആർ എക്സ് എക്സ്, ദാറ്റ് ഈസ് 30.9. നമുക്ക് നമ്മളെ നേരത്തെ എക്സ് ആക്സിലൂടെയുള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നെയാണ് ലീസ്റ്റ്. ഓക്കെ, എങ്കിലും നമ്മൾ രണ്ട് ആക്സിലും കണ്ടുപിടിക്കണം, ഏതാണ് ലീസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ജോമെട്രിക്ക് അനുസരിച്ച് അത് ചേഞ്ച് ആവും. ഓക്കെ, സോ ഫ്രം ടേബിൾ തന്നെ നമുക്കറിയാം ആംഗിൾ സെക്ഷന്റെ ബക്ലിംഗ് ക്ലാസ് സി ആണ്. ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് എഫ് സി ഡി കണക്റ്റഡ് ബൈ വെൽഡിംഗ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ കെ എൽ ബൈ ആർ ഈക്വൽ ടു കെ 0.7 കൊടുത്തു കഴിഞ്ഞാൽ കെ എൽ ബൈ ആർ ഈക്വൽ ടു 0.7 × 4000 ഡിവൈഡ് ബൈ 30.9 ആണ് അല്ലെ. 30.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ. So that will be equal to 90.61. So KL by R ന്റെ വാല്യൂ 90.61 നും FI 250 ക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇന്റർപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും FCD will be equal to 120.146. 120.146. Okay. ഇനി എന്താണ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി വിത്ത് റെസ്പെക്ട് ടു ബക്ലിംഗ് ക്ലാസ് സി, PD equal to A × FCD.
ഏരിയ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഡബിൾ ആംഗിൾസ് ഉണ്ട്. സോ 2 ടൈംസ് ഏരിയ ഓഫ് വൺ ആംഗിൾ വരും. സോ 2 into 1167 into FC യുടെ വാല്യൂ 120.146 കിട്ടി. സോ 120.146 into 2 into 1167 that will be equal to 280420.76. That is equal to 280.42 kilonewton. അപ്പൊ ഇങ്ങനെയാണ് ഡബിൾ ആംഗിൾ സെക്ഷൻസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒക്കെ ടോസ് വണ്ണിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ഐ സെക്ഷൻ്റെത് ആംഗിൾ സെക്ഷൻ്റെതൊക്കെ എടുക്കുക എന്നുള്ളത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൽ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഡബിൾ ആംഗിളിന്റെ മാത്രമേ ഉള്ളൂ. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ചേഞ്ച് ചെയ്യുന്നു, സോറി റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മളെ പാരലാക്സിസ് തിയറി ഒക്കെ കൃത്യമായിട്ട് അറിയുന്നവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. പിന്നെ നമുക്ക് ഡിസൈനിലോട്ട് കിടക്കാം. ഡിസൈനിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ലേസിംഗ് ആൻഡ് പാറ്റേൺ എന്ന് പറയുന്ന ടോപ്പിക് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, എന്തായാലും S5ന്റെ എക്സാമിന്റെ വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇതും S6 കൂടെ കൊണ്ടുപോവുക. കാരണം S6ഉം S5 കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. എക്സാം ഒക്കെ പെട്ടെന്ന് ഉണ്ടാവും. ഓക്കെ, എനിവേ താങ്ക് യു.